ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും NR വ്ലോഗ്സ് കുമരകത്തിലേക്ക് സ്വാഗതം. നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിതുണ്ടാക്കുന്നത് അവല് വിളയിച്ചതാണ്. നേരെ വീഡിയോയിലേക്ക് പോവും. എല്ലാ സൗഹൃദങ്ങൾക്കും NR വ്ലോഗ്സ് കുമരകത്തിലേക്ക് സ്വാഗതം. അവൽ വിളയിക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ: അവൽ, തേങ്ങ, ശർക്കര, അണ്ടിപ്പരിപ്പ്, കടല, എള്ള്, ഏലക്ക, ജീരകം, നെയ്യ്. ഏകദേശം 400 ഗ്രാം വരുന്ന മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. അത് 5 മിനിറ്റോളം ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനിയാക്കി വെക്കണം. ഒരു ടീസ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പും കടലയും എള്ളും കൂടി നെയ്യിൽ വറുത്തെടുക്കണം. ഉരുളിയിലാണ് അവൽ വിളയിച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളി ചൂടാകുമ്പോൾ ചിരണ്ടി വച്ചിരിക്കുന്ന തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ബ്രൗൺ കളർ ആകേണ്ടതില്ല. തേങ്ങയിലെ ഈർപ്പം വലിയുന്ന പരുവത്തിൽ വറുത്തെടുത്താൽ മതി. വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക.
ശർക്കര പാനിയും തേങ്ങയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന അവൽ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തുടർന്ന് നെയ്യിൽ വറുത്ത് വച്ചിരിക്കുന്ന ചേരുവകളും ജീരകം ചതച്ചതും ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കിയെടുക്കാം. അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് കൂട്ടി വയ്ക്കുവാണെങ്കിൽ ചൂട് തട്ടി അവൽ ഒന്നുകൂടി സോഫ്റ്റ് ആകും. തണുത്തതിന് ശേഷം കാറ്റ് കയറാത്ത പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം ഉപയോഗിച്ചാൽ അത് കൂടുതൽ ടേസ്റ്റിയാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോസുമായി വീണ്ടും കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിലും കിടിലൻ പവർ വീഡിയോസുമായി അടുത്ത വഴി കാണാം. ഇറ്റ്സ് മീ നിതിദാസ്, NR വ്ളോഗ്സ് കുമരകം. ബൈ.